ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് ലംഘിച്ചു. സംഗമത്തിന്റെ നടത്തിപ്പിനായി ദേവസ്വം ബോർഡും പണം ചെലവാക്കി. ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് നൽകാനായി ദേവസ്വം കമ്മീഷണറുടെ സർപ്ലസ് ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചു. 3 കോടി രൂപ അനുവദിച്ചിറക്കിയ ഉത്തരവിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. സർപ്ലസ് ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചു എന്ന വാർത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിഷേധിച്ചു. സർപ്ലസ് ഫണ്ട് ഇനത്തിലുള്ള തുകയിൽ നിന്ന് 1 രൂപ പോലും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിശദീകരണം. ആർബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനൂപ്, ഈ രേഖകളിൽ നിന്ന് വ്യക്തമാണ് തുക നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ. പിന്നെ എന്താണ് ഇങ്ങനെയൊരു വിശദീകരണം അവർ നൽകുന്നത്? വർദ്ധ, ആഗോള അയ്യപ്പ സംഗമത്തിന് സർക്കാരോ ദേവസ്വം ബോർഡോ തുക ചെലവാക്കില്ല എന്ന ഉറപ്പ് ഹൈക്കോടതിയിൽ കൊടുത്തതിന് പിന്നാലെയാണ് ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ട അനുമതി സർക്കാരിന് കൊടുത്തത്. സെപ്റ്റംബർ 11 ഇക്കാര്യങ്ങൾ കോടതിയിൽ നടന്നത്. പിന്നാലെ സെപ്റ്റംബർ 15 ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. ആ ഉത്തരവിൽ വ്യക്തമായിട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇവന്റ് മാനേജ് കമ്പനിക്ക് വേണ്ടി 3 കോടി രൂപ ആദ്യ ഗഡുവായിട്ട് അനുവദിച്ചിറക്കണമെന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ദേവസ്വമോ സർക്കാരോ പണം ചെലവിടാൻ പാടില്ല എന്ന് ഈ ഹൈക്കോടതി അറിയിച്ച ശേഷമാണ് ഈ ഒരു ഉത്തരവ് ഇറക്കിയത്. പക്ഷേ ഇതിനിപ്പോ ഒരു വിശദീകരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അതിൽ പറയുന്നത് സർപ്ലസ് ഫണ്ടിൽ നിന്ന് തുകയൊന്നും ചെലവാക്കിയിട്ടില്ല. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിന് വേണ്ടി ഈ ദേവസ്വം അക്കൗണ്ട്സ് ഓഫീസിന്റെ പേരിൽ പ്രത്യേക സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആരംഭിച്ചിരുന്നു. അതിലേക്കാണ് ഈ സംഗമത്തിന്റെ സ്പോൺസർമാരിൽ നിന്നുള്ള തുക സമാഹരിച്ചത്. അതിൽ നിന്നാണ് ഈ 3 കോടി രൂപ ചെലവിട്ടു, ആ ഫണ്ട് അനുവദിച്ചു എന്നാണ് ഇപ്പോ ദേവസ്വം ബോർഡിന്റെ ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. അമൃത. ശരി സനൂപ്.